ഇതിലും വലുതെന്തോ വരാനിരുന്നതായിരുന്നു, അതിങ്ങനെ തീർന്നു. 10 വർഷത്തെ പ്രണയത്തില് അവർ രണ്ടാളും ഇപ്പം രണ്ടുപേരും കൂടെ ഒന്നിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടൊരു ഡ്രീമിൻ്റെ ട്രൂ ആയ ദിവസമാണ്. അവൻ പറഞ്ഞാൽ കുറച്ച് അങ്ങനെ ഫാമിലിയിലായ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനത്തെ ക്യാരക്ടറല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. പണ്ട് ശില്പ 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 എന്നൊക്കെ പാട്ടൊക്കെ പാടി നടന്നിട്ടുണ്ട്. കോള് വരുന്ന കാണുമ്പോൾ കളിയാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സിന്ദൂരം ചാർത്തുന്നതൊക്കെ അതൊക്കെ അവര് ചടങ്ങുകൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടെന്ന് തോന്നി. അത് ഓർമ്മയുണ്ടാവും. അത് എത്രയാണെങ്കിലും ആ ഒരു സമയത്ത് രാവിലെ ഒരു നേരത്തെ അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു വിധത്തിൽ നന്നായി. നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു ചടങ്ങായതുകൊണ്ട് നമുക്ക് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് എപ്പോഴും ഓർമ്മിക്കുന്നത്. നഭസിൽ പൂർണ്ണ വിധുപോ വദനം മനസോ അമൃതം നിയതം അമൃതം നിയതം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം. ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മൾ നാളെ കല്യാണം എന്നുള്ളൊരു ഫീലൊന്നുമില്ല. ഡ്രസ്സ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ വന്നത് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് എല്ലാം ചെയ്ത് ഹെയർ ഒക്കെ അറേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് നമുക്കൊന്ന് ചെറുതായിട്ട് തോന്നുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഫൈനൽ ശരിക്കും തോന്നുന്നത് അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. എനിക്ക് അമ്പലത്തിൽ തൊഴുതപ്പോ എനിക്ക് തോന്നി ഇത്രയും കാലമായിട്ട് കാത്തിരുന്ന് എന്തോ നടന്ന പോലെ ഒരു ചെറിയൊരു സന്തോഷത്തിന്റെ ആയിട്ട് എന്തോ അറിയില്ല, ഒരു ചെറുതായിട്ടൊന്ന് കണ്ണറിഞ്ഞു. അത് മാത്രമേ സ്പെഷ്യലായിട്ട്. പിന്നെ താലി കെട്ടിയ മൊമെന്റ് സ്പെഷ്യലായിട്ട് ഒരുപാട് എല്ലാം. അല്ല, ഇതിനു മുന്നേ നമുക്ക് ഒരു വന്ന വഴികളെല്ലാം സ്പെഷ്യലാണ്. 10-12 വർഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും. ഷിലു അവിടെയാണ്. രണ്ടുപേരും ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഷിലുവിനിപ്പോൾ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ അവളൊരു 100 പാരഗ്രാഫ് സംസാരിക്കും. പക്ഷെ ശ്രീത്ത് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവളുടെ കൂടിയിട്ട് ഇപ്പോൾ അവരെന്തായിരുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു 10-11 വർഷത്തെ പ്രണയം അത് അത്രയും ദൃഢമായി കൊണ്ടു നടന്ന് അതിന്റെ പരിസരാപ്തിയിലേക്ക് എത്തിയതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ തുടക്കം മുതൽ, അതായത് +2 പഠിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ന്യൂ ഇയർ ആണെങ്കിലും എല്ലാ സെലിബ്രേഷനും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഈ ഒരു പ്രണയം പണിഞ്ഞതിൽ.
വന്ന പോലെയാണ്. ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലോട്ട് പോകുന്നു, രണ്ടുപേരും ജോബിന് പോകുന്നു, തിരിച്ച് യൂഷ്വൽ. പിന്നെ വീണ്ടും വെക്കേഷൻ വരും, ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീട് മാറിയ പോലെയോ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകും. അപ്പൊ പിന്നെ ആ ഒരു ജസ്റ്റ് ഒരു വെക്കേഷൻ വന്ന പോലെ ഉള്ളൂ. ഈ ഒരു വെക്കേഷൻ കുറച്ച് സ്പെഷ്യലായി അത്രയുണ്ട്. എല്ലാ വെക്കേഷനും വരാറുണ്ട് ഞങ്ങൾ, ചിലപ്പോൾ ഒരുമിച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരുമിച്ച് വരും. ഈ വെക്കേഷൻ എന്തായാലും കുറച്ച് സ്പെഷ്യലായി